ഇപ്പോൾ സമീർ സി മുഹമ്മദ് കൂടെ ചേരുകയാണ്. അപ്പോൾ സമീർ, ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് അവിടെ രക്ഷാപ്രവർത്തനം, മണ്ണിനടിയിൽ ആളുകൾ കുടുങ്ങിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നത് തുടരുകയാണ്. അപ്പോൾ കൃത്യമായി ഇപ്പോൾ നമുക്കൊരു എത്ര പേരെ കണ്ടെത്തിയിട്ടുണ്ട്, എത്ര പേർ ആശുപത്രിയിലുണ്ട്, അവരുടെ പരിക്ക്, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ? പ്രദേശത്ത് വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് പുരോഗമിക്കുന്നത്. കനത്ത മഴ ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നത്. എന്നിരുന്നാലും ഈ ഭാഗത്തുള്ള തിരച്ചിൽ തുടരുകയാണ്. മണ്ണ് മാറ്റിക്കൊണ്ടുള്ള തിരച്ചിൽ തന്നെയാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഈ പ്രദേശത്ത് നിന്ന് 6 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരാളുടെ പരിക്ക് ഇതിൽ ഗുരുതരമാണ് എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. ഹിര സുരേഷ്, അതുപോലെ തന്നെ ദിലീപ്, സൂരജ്, സഞ്ജയ് താപ്പൂർ, രജനീഷ്, തന്മയ് ഘോഷ് എന്നിവരാണ് ഇപ്പോൾ രക്ഷപ്പെടുത്തിയത്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ് എന്നുള്ള ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള വരുന്ന വിവരങ്ങൾ. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. 2 പേരുടെ മരണം ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. എന്നാൽ ഔദ്യോഗികമായി അത് ആശുപത്രി അധികൃതരോ ജില്ലാ ഭരണകൂടമോ അത് സ്ഥിരീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വിഷയത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേരുന്നു. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ജില്ലയുടെ ചുമതലക്കാരൻ കൂടിയായിട്ടുള്ള മന്ത്രി ടി സിദ്ദിഖിനോടും അതുപോലെ റവന്യൂ മന്ത്രി AP അനിൽകുമാറിനോടും ഈ കാര്യങ്ങളെല്ലാം തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. മന്ത്രിമാർ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. സന്നദ്ധ സേന അംഗങ്ങൾ, അതുപോലെ തന്നെ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, അതുപോലെ യുവജന സംഘടനകൾ, അങ്ങനെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു ഒരുമയോടുകൂടിയുള്ള രക്ഷാപ്രവർത്തനം തന്നെയാണ് നമുക്കിപ്പോൾ കാണാനാകുന്നത്. എന്തായാലും കാലാവസ്ഥ വളരെ മോശമായി തുടരുകയാണ്. അതിശക്തമായിട്ടുള്ള മഴ ജില്ലയിൽ തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളത്. കോഴിക്കോട് ജില്ലയിലും അതുപോലെ തന്നെ വയനാട് ജില്ലയിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ കനത്ത രീതിയിൽ തുടരുന്നതാണ് ഈ ഒരു രക്ഷാപ്രവർത്തനത്തെ സാരമായി തന്നെ ബാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ 6 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അവരെ മേപ്പാടിയിലെ മുംബൈ ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അവരുടെ ആരോഗ്യനില, 2 പേരുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. സമീർ, അങ്ങനെയാണെങ്കിൽ 6 പേരെ ഇപ്പോൾ ആ മണ്ണിനടിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയവർ ആശുപത്രിയിലാണ്. ഒപ്പം തന്നെ 8 പേർ മണ്ണിനടിയിൽ പെട്ടു എന്നുള്ള വിവരങ്ങൾ മന്ത്രി തന്നെ പങ്കുവെക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് 2 പേർ മരിച്ചു എന്നുള്ള അനൌദ്യോഗികമായ വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അക്കാര്യങ്ങളിലൊന്നും ഒരു ഔദ്യോഗിക സ്ഥിരീകരണമില്ല. ഇപ്പോഴും നിലവിൽ പ്രതീക്ഷിക്കുന്നത് അവിടെ മണ്ണിനടിയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ അവരെ കണ്ടെത്തുക, അവർക്കായുള്ള തെരച്ചിൽ തന്നെ പ്രദേശത്ത് അതിദ്രുതഗതിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ തിരുവനന്തപുരത്തും വലിയ ചർച്ചകളും ഈ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി അല്പസമയം മുമ്പ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓഫീസിലെത്തി അവരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ മന്ത്രി ടി സിദ്ദിഖ് അടക്കമുള്ള അവർ ഇപ്പോൾ ഈ ദുരന്ത മേഖലയിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹെലികോപ്റ്ററിലേക്ക് അവിടേക്ക് എത്തിച്ചേരാനുള്ള ഒരു സാഹചര്യം അവർ പരിശോധിക്കുന്നുണ്ട് തുടങ്ങിയ വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനം കൃത്യമായി ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് വെല്ലുവിളി. അതിനിടയിൽ 3 ജില്ലകളിൽ ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് കൂടി പ്രഖ്യാപിച്ചു. ഒപ്പം തന്നെ ഈ റെഡ് അലേർട്ട് 2 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത പ്രഖ്യാപിക്കുന്നു. വയനാടും കോഴിക്കോടുമാണ് അതൊരു സാധ്യത പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ നേരത്തെ തന്നെ ഈ ഒരു അപകടമുണ്ടായ സമയത്ത് എല്ലാവരും പറയുന്നത്, അവിടെ മന്ത്രി അടക്കം പറയുന്നത്, ഈ ഒരു കാലാവസ്ഥ പരിഗണിച്ചുകൊണ്ട്, അതിതീവ്ര മഴ പരിഗണിച്ചുകൊണ്ട് കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു. പക്ഷേ അത് നടപ്പായില്ല. മാത്രമല്ല, ഈ നിർമ്മാണ പ്രദേശത്തെ മണ്ണ് മുഴുവൻ കൂട്ടിയിട്ട്, അത് അശാസ്ത്രീയമായ രീതിയിൽ കൂട്ടിയിട്ടതാണ് ഈ ഒരു വലിയ ദുരന്തത്തിന് കാരണമായത് എന്ന് കൂടി മന്ത്രി അടക്കം പറയുന്നുണ്ട് ഈ സമയത്ത്. അപ്പോൾ വലിയ തരത്തിലുള്ള ഒരു വീഴ്ച അവിടെ ഉണ്ടായി. അതാണിപ്പോൾ നിലവിൽ ഇത്രയും വലിയൊരു അപകടത്തിന് കാരണമായിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടി വരികയാണ്. രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാനുള്ള നിർദ്ദേശം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഫയർഫോഴ്സ് മേധാവിക്കും വയനാട് ജില്ലാ പോലീസ് മേധാവിക്കുമൊക്കെ നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ വരികയാണ്. അപ്പോൾ തന്നെ മന്ത്രിമാരായ AP അനിൽകുമാറും ടി സിദ്ദിഖുമൊക്കെ ഹെലികോപ്റ്ററിൽ വയനാട്ടിലേക്ക് പോകുന്നതിനുള്ള അവൈലബിലിറ്റി, അതായത് ഹെലികോപ്റ്ററിൻ്റെ അവൈലബിലിറ്റി പരിശോധിക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അവിടെ എത്തും. പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയാകുന്നത് പ്രദേശത്ത് ഇപ്പോഴും മഴ തുടരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ വീണ്ടും ഒരു മണ്ണിടിച്ചിലിനുള്ള സാധ്യതയുണ്ടാകുമോ എന്നുള്ള ഒരു ഭയം കൂടിയുണ്ട്. പൊതുജനങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് തികച്ചും പ്രൊഫഷണലായ ആളുകൾ മാത്രമാണ് ഇപ്പോൾ ആ സ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിനായി എത്തിയിട്ടുള്ളത്. പ്രദേശത്ത് തുടരുന്ന മഴ അത് വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട് രക്ഷാപ്രവർത്തനത്തിനെന്നാണ് മനസ്സിലാക്കുന്നത്.